ഹലോ, വീണ്ടും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും കൂടിയും എവിടേക്കാണ് പോകുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് തമ്മിൽ കണ്ടാൽ തന്നെ അറിയാം. നമ്മളിന്ന് ഗുരുവായൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനമ്മ, എൻ്റെ ഹസ്ബൻഡ്, പിന്നെ ബാക്കിലിരിക്കുന്നത് എൻ്റെ അനിയത്തിയും ഹസ്ബൻഡുമാണ്. അപ്പം അവർ നവംബറിൽ ലാസ്റ്റ് 2025 നവംബറിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വെക്കേഷൻ ലീവിൽ സെപ്റ്റംബർ നവംബറിൽ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു അവർ വന്നത്. അപ്പം സെപ്റ്റംബറിലാണ് വന്നത്. അപ്പം അത് കഴിഞ്ഞ് അവരൊരു സർപ്രൈസ് വിസിറ്റ് നമുക്ക് തന്നു. ഒരു 1 വീക്കിന് മാത്രമായിട്ട് വന്നതാട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി വിചാരിച്ചു ഗുരുവായൂർ പോവാമെന്നുള്ളത്. അപ്പോൾ ഇപ്പം പുതിയ NH ബൈപ്പാസ് വന്നതുകൊണ്ട് വളരെ സുഖമായിട്ട് നമുക്ക് കോഴിക്കോട് നിന്ന് ഗുരുവായൂരിലെത്താം കേട്ടോ. ഞങ്ങൾക്ക് പണ്ടൊക്കെ എനിക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഗുരുവായൂരിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരാറുണ്ട്. കാരണം ഒരു 3.5 hours എടുത്തിട്ടാണല്ലോ എത്താറുണ്ടായിരുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ ഞങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് എത്താറുണ്ട്. അപ്പം നമ്മൾ രാവിലെ എല്ലാവരും കൂടി പുറപ്പെട്ടതാണ്. ഗുരുവായൂർ എത്തി. ഏകദേശം രാവിലെ ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ഏകദേശം 9 മണി ആ ഒരു സമയത്ത് ഇറങ്ങിയത്. 9:30 ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ ഞാനും എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും അച്ഛനും അമ്മയും കൂടിയും എല്ലാവരും കൂടി ഒരുമിച്ച് വരാം എന്നുള്ളൊരു വഴിപാടുണ്ടായിരുന്നു മനസ്സിൽ. അപ്പം അത് നടത്തി. അത് നടക്കാൻ വലിയ കഥകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റംബറിൽ ഇവിടെ ഒരു പൂച്ച കടിച്ച കഥ ഉണ്ടായിരുന്നു. ഈ പൂച്ച കടിച്ച കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ മീൻ നന്നാക്കുമ്പം അമ്മേൻ്റെ കാലിൽ അമ്മ അറിയാതെ ഒരു വാല് ചവിട്ടിപ്പോയി. ഒരു പൂച്ചേൻ്റെ എണീറ്റപ്പം ചവിട്ടിപ്പോയപ്പോൾ അമ്മേൻ്റെ കാലിൻ്റെ ബാക്കിൽ അത് ചെറുതായിട്ടൊന്ന് കടിച്ചെന്ന് പറയും. പക്ഷെ ഭയങ്കര ചെറിയൊരു വരയായിരുന്നു അത്. ശരിക്കും ഈ ഒരു സ്റ്റോറി പൂച്ച കടിച്ച സ്റ്റോറി തന്നെ പറയാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻഫ്ലമേഷനായി പിറ്റേ ദിവസം ഇത് അടിച്ചിട്ട് വാക്സിനേഷൻ എടുത്ത് നമുക്ക് റാബീസിനുള്ള വാക്സിനേഷൻ തന്നെയാണ് അതിനെടുക്കാറുള്ളത്. മെഡിക്കൽ കോളേജിലും ബീച്ച് ഹോസ്പിറ്റലിലാണ് നമ്മൾ കാലിക്കറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകാനില്ല മടിയോണ്ട് അമ്മ അത് നെക്സ്റ്റ് ഡേ വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് കടിച്ചതെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് എല്ലാവരും പറഞ്ഞപ്പം പെട്ടെന്ന് പോയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചത്. ഞാൻ ബാംഗ്ലൂരാണുള്ളത്, എൻ്റെ അനിയത്തി UAE-യിലാണുള്ളത്. അപ്പം ഞങ്ങൾ 2 മക്കളും അവിടെ ഇല്ല. അപ്പം അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഓഗസ്റ്റ് ലാസ്റ്റാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇത് 1 വീക്ക് കഴിഞ്ഞിട്ടും വാക്സിനേഷൻ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുറിവിന് ചുറ്റും, ഈ ആങ്കിളിൻ്റെ അവിടെയാണ് ബാക്കിൽ, അപ്പം അതിന് ചുറ്റുമാണ് അവർ ഇഞ്ചക്ഷൻ എടുത്തത്. അപ്പോൾ അമ്മ ഡയബറ്റിക്കാണ്. അപ്പോൾ അത് ഡയബറ്റിക് ആയതുകൊണ്ട് അമ്മയ്ക്ക് അത് വേദന കൂടുന്നില്ല, ഇൻഫ്ലമേഷൻ കൂടുന്നു. പിന്നെ ഒരു 1 വീക്ക് ഞാൻ വരണ്ടേന്നെല്ലാം നോക്കുകയായിരുന്നു ഓരോ ദിവസം. കാരണം 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം മെഡിക്കൽ കോളേജിൽ തന്നെ അമ്മേൻ്റെ കസിൻ്റെ മോളും അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഡോക്ടറാണ് അവൾ. അപ്പോൾ അവർ പറഞ്ഞു അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. ഞാനും എത്തി. ടിക്കറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, ഓണത്തിൻ്റെ സമയമായതുകൊണ്ട്. അപ്പം നമ്മൾ എങ്ങനെയോ തത്കാലിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ അവിടെ എത്തി. ഒരു 4 days ഞാനും അമ്മയും ഓണത്തിന് ജസ്റ്റ് മുന്നേ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ഓണത്തിൻ്റെ തലേന്ന് അവരെല്ലാവരും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അമ്മേനെയും ഡിസ്ചാർജ് ചെയ്തു. ഇനി വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഡ്രസ്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ ഫുൾ ബെഡ് റിഡൻ ആയിട്ടോ. താഴേക്ക് കാല് വെക്കാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പം സെപ്റ്റംബർ മാസം ഫുൾ അങ്ങനെ, ഒക്ടോബർ ഫുൾ അങ്ങനെ തന്നെ, അതായത് ഫുൾ ബെഡിൽ തന്നെ. ഞാൻ ഉണ്ടായിരുന്നു അടുത്ത് ഫുൾ ടൈം. അച്ഛനും ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരേക്ക് പോയി. ഞാനും ഹസ്ബൻഡ് അപ്പം വീക്കെൻഡിലൊക്കെ ചിലപ്പം ഇടയിലുള്ള വീക്കെൻഡിലും ഹസ്ബൻഡ് വരുമായിരുന്നു.
അങ്ങനെ ഞങ്ങളോട് നാരായണീയം ഗുരുവായൂർ വന്നിട്ട് നാരായണീയം പാരായണം ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാരായണ വഴിപാട് അമ്മേൻ്റെ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. നവംബറിലാണ് ഞങ്ങളത്, നവംബർ 2nd വീക്കാണ്. അപ്പോൾ ഈ 2.5 മാസം അമ്മ ഫുൾ കിടപ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ നവംബറിൽ അത് ചെയ്തതിന് ശേഷമാണ് അമ്മ ഫസ്റ്റായിട്ട് നിന്നത്. അതൊരു വിശ്വാസം ആണ്. ചിലർക്കത് ഒന്നും പ്രത്യേകിച്ചും തോന്നുന്നു. നമുക്ക് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം ഈ വഴിപാട് കഴിഞ്ഞ ആ ഒരു ആഴ്ച തന്നെയാണ് അമ്മ, സൺഡേ ഞങ്ങൾ വഴിപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെനസ്ഡേ തേഴ്സ്ഡേ ആയിട്ട് അമ്മ ആദ്യമായിട്ട് 2.5 മാസത്തിന് ശേഷം നിലത്ത് കാല് വെച്ചതും. പിന്നീട് അപ്പം അന്ന് നേർന്നതാണ് അമ്മ ആ ഗുരുവായൂർ നടയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ്, അമ്മയ്ക്ക് എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും എല്ലാവരും കൂടി വരാം എന്നുള്ളത്. പക്ഷെ അനിയത്തി വരാൻ അവളെപ്പോഴും ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അടുത്ത കൊല്ലേ ഇനി അത് സാധിക്കുകയുള്ളൂ. പക്ഷേ ഗുരുവായൂരപ്പൻ അത് പെട്ടെന്ന് തന്നെ സാധിച്ചു. കാരണം അത് അവൾ പെട്ടെന്ന് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അവർക്ക് വെക്കേഷൻ ലീവ് അല്ല, അവർക്ക് തന്നെ തോന്നിയ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്താൻ 1 വീക്കിലേക്ക് അവർ വന്നു. ആ 1 വീക്കിൽ നമുക്കിത് പ്ലാൻ ചെയ്യാനും എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടാനും എല്ലാവർക്കും ഒത്തുചേരാനും പറ്റി. അമ്മേനെ കൊണ്ട് അവിടെ എന്താ പറയുക, അമ്മ കംപ്ലീറ്റ്ലി മാറി നടക്കാനുള്ളൊരു ഇതിലായല്ലോ. സെപ്റ്റംബറിൽ ഫുള്ള് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. സെപ്റ്റംബർ 1st 3 വീക്സ് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷം വാക്സിൻ, ഇതിൻ്റെ റാബീസിൻ്റെ വാക്സിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അത് വീണ്ടും സിവിയറായി. അപ്പം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു മലബാറിലെ ഡോക്ടർ രാംദാസ് നായിക്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൈവത്തിനെ പോലെ തന്നെയാണ് കാണുന്നത്. കാരണം അത്രയും ഫേമസ് ആണ് കേട്ടോ ആ ഡോക്ടർ. ഈ ഡയബറ്റിക് ഫുഡിന് വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരുടെ മാറ്റിയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ശരിക്കും പൂച്ച കടിച്ചൊരു കേസാണ്. അപ്പോൾ അദ്ദേഹം സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് സർജറി ചെയ്തു. അങ്ങനെ 2.5 മാസത്തിന് ശേഷം ഫുൾ ബെഡ് റിഡൻ ആയതിനു ശേഷമാണ് അമ്മ നടക്കാൻ തുടങ്ങിയത്. ഞാനും ഹസ്ബൻഡും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുരുവായൂർ വന്ന് വഴിപാടുകൾ ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്തു. ആ ഒരു വീക്ക് തന്നെയാണ് അമ്മ നടന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്തത്. അങ്ങനെ അത് നല്ല ഭംഗിയായിട്ട് പോയി വരാനും സാധിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന ഒരു നല്ല ദിവസമായിരുന്നു. ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.